ഇസ്രയേലിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഒരു വാഗ്ദത്തമാണ് അവർക്ക് കനാൻ ദേശം അവകാശമായി കൊടുക്കുമെന്നുള്ളത്. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യോശുവയുടെ നേതൃത്വത്തിൽ അവർ കനാൻ ദേശം തെത്തുകയും അവിടെ പാർപ്പ് ആരംഭിക്കുകയും ചെയ്തതിന് ശേഷം ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ദൈവം ചില ജാതികളെ അവരുടെ ഇടയിൽ വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം ആ ജാതികളെ അവരുടെ ഇടയിൽ വെച്ചതിന് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ് എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഒന്ന്, ഇസ്രയേലിനെയൊക്കെയും പരീക്ഷിക്കുന്നതിന് വേണ്ടിയും, രണ്ടാമത് യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേൽ തലമുറകളെ യുദ്ധം അഭ്യസിക്കുന്നതിന് വേണ്ടിയുമാണ്. വാഗ്ദത്ത നിവർത്തീകരണം അഥവാ വാഗ്ദത്തങ്ങൾ എന്നീ പദങ്ങൾ നമുക്ക് സുപരിചിതമായ ഒരു പദങ്ങളാണ്. വാഗ്ദത്ത നിവർത്തീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം സ്വസ്ഥതയുടെ കാലഘട്ടമാണ് എന്നല്ല നാം മനസ്സിലാക്കേണ്ടത്. വാഗ്ദത്ത നിവർത്തീകരണത്തിന് ശേഷവും ഇസ്രയേൽ ജനത്തിൻ്റെ ഇടയിൽ ദൈവം ജാതികളെ വച്ചിരുന്നു. അതിന് ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഈ കാലഘട്ടങ്ങളിൽ നമ്മളോടുള്ളതായ ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തീകരണം സംഭവിക്കുമ്പോൾ നാം ഒരിക്കലും ചിന്തിക്കരുത്, ഇനി എൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രതികൂലമോ യാതൊരു പ്രതിസന്ധികളോ കടന്നു വരത്തില്ല എന്ന് നാം ചിന്തിക്കരുത്. അങ്ങനെയല്ല, വീണ്ടും ചില യുദ്ധങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. വീണ്ടും ചില പ്രതിസന്ധികളെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടതായി വരും. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിന് നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ ചിലത് അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ശത്രു നിൻ്റെ ഇടയിൽ പാർക്കുന്നു എങ്കിൽ ആ ശത്രുവിനെ കണ്ട് ഞാനും നിങ്ങളും ഭാരപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. ശത്രുവിനെ നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നതിന് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ചില പ്ലാനുകളുണ്ട്. അത് വരും കാലഘട്ടങ്ങളിൽ നമ്മളിലൂടെ പൂർത്തീകരിക്കുമെന്ന് അടിയുറച്ച് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക.